ഹലോ, ഉമ്മീസ് കുക്കിംഗ് ഡീൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു സ്നാക്കാണ്. മൈദപ്പൊടിയും ഗോതമ്പപ്പൊടിയും അരിപ്പൊടിയും ഒന്നും കൂട്ടാതെ ഒരു ഇഫ്താർ സ്നാക്കാണ് ഉണ്ടാക്കാൻ പോണേ. ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുക. അത് വലുതായതുകൊണ്ടാണ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല വേവായി നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് ചൂട് പോയിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നല്ല ഉടച്ചെടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞു. ഇനി നമുക്ക് നല്ല ഉടച്ചു കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ല ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത്, ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി കട്ട് ചെയ്തത്, കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത്, പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തത്. നമുക്ക് കുറച്ച് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി 2 സ്പൂണ് കോൺഫ്ലവർ, ഇനി കൈ കൊണ്ടല്ലോ മിക്സാക്കുക. 1 സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങും കോൺഫ്ലവറും എല്ലാം നല്ല മിക്സാക്കി നമുക്കിത് ചെറിയ ബോൾസാക്കിയിട്ട് എണ്ണയിലിട്ട് കൊടുക്കാം. ഇങ്ങനെ ബോൾസാക്കുക നമ്മൾ ഓരോന്ന്. നമുക്ക് തയ്യാറാക്കാൻ പോവാം. അങ്ങനെ നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണയൊക്കെ നല്ല ചൂടായി വന്നു. ഈ ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ബോൾസുകളിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്. എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുകൊണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും നമ്മളിങ്ങനെ ഓരോന്നായിട്ട് മറിച്ചിട്ടെടുത്തിട്ട് വേവിക്കാം. കുറച്ചുകൂടി വേവാനുണ്ട്. ആദ്യം നല്ല തീയിൽ വെച്ചിട്ട് പിന്നെ തീ കുറച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് റെഡിയായി. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ട്രിപ്പും റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും നോമ്പിനുണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ്. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ടേസ്റ്റി സ്നാക്ക് റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എപ്പോഴും പറയണ പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപവുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.